Namaskaram, welcome to a brand new video on my channel, The Edit with Neeraja. എപ്പോഴെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എത്രത്തോളം ഈസി ആണ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫോൺ കൊണ്ട് മാത്രം എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ സക്സസ്ഫുള്ളി തുടങ്ങാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഒരു ഫോൺ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് അത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത് ആ കോണ്ടന്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇവിടെ നിങ്ങൾ ആദ്യമാണെങ്കിൽ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ ആ സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ബേസിക് ആയിട്ട് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വന്നിട്ട് ഒബ്വിയസ്ലി നിങ്ങളുടെ ഫോൺ, വേർ യു വിൽ ഷൂട്ട്, യു വിൽ എഡിറ്റ് ആൻഡ് യു വിൽ പബ്ലിഷ് യുവർ കോണ്ടന്റ്. ആൻഡ് രണ്ടാമത്തെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ഗൂഗിൾ അക്കൗണ്ട് ആണ്. അത് വെച്ചിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. യു വിൽ ഹാവ് ടു ലിങ്ക് യുവർ ചാനൽ ടു യുവർ ഗൂഗിൾ അക്കൗണ്ട്. സോ ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ബേസിക്കലി നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ഒരു ഫോണിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വീഡിയോസിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടത്. ആകെ ഓർക്കേണ്ടത് ഒരു 2-3 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്താൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ ഒരുപാട് ഫ്രണ്ട് ക്യാമറസിലും നല്ലപോലെ ക്ലാരിറ്റി കിട്ടുന്ന ക്യാമറാസ് ഉണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ബാക്ക് ക്യാമറയ്ക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ഫോർമാറ്റിൽ 16:9 ഫോർമാറ്റിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഓർക്കണം. യൂട്യൂബിന് വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ. ഒബ്വിയസ്ലി നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടും ടിക്ടോക്കിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം ഈ ഫോർമാറ്റിലാണല്ലോ, നമ്മുടെ വെർട്ടിക്കൽ ഫോർമാറ്റിൽ ആണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ യൂട്യൂബിന് വേണ്ടി ഷൂട്ട് ചെയ്യുമ്പോൾ ഇഫ് യു ആർ നോട്ട് ഷൂട്ടിങ് എ ഷോർട്ട്, നിങ്ങൾ അതിനെ ഈ ഹൊറിസോണ്ടൽ ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. മിക്ക ഫോണുകളിലും ഇപ്പോൾ ഒരുമാതിരി നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓഡിയോയും വളരെ നന്നായിട്ട് കിട്ടാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാമറേനെക്കാട്ടിലും എത്രയോ നല്ല ഓഡിയോ ആണ് നിങ്ങൾ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യുകയാണ് വെച്ചാൽ. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു മൈക്ക് ഉപയോഗിക്കണം തന്നെ ഉണ്ട് വെച്ചാൽ, ചില ക്യാമറാസിൽ, ഇപ്പൊ എന്റെ ഫോണിലൊന്നും ക്യാമറയിൽ, ഫോണിന്റെ ഡിഫോൾട്ട് ക്യാമറയിൽ നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻ ഇല്ല. മൈക്ക് അത് അക്സെപ്റ്റ് ചെയ്യാറില്ല, മൈക്ക് അത് റെക്കോർഡ് ചെയ്യാറില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിലും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ക്വിക്ക്ലി ഞാൻ ഇത് കാണിച്ചു തരാം. ഇവിടെ പ്ലേ സ്റ്റോറിൽ പോകുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ ഈ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ എന്റെ സ്ക്രീൻ പോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ എന്റെ സ്ക്രീനിലോട്ട് നോക്കുവാണ്. അപ്പൊ നിങ്ങൾ അവിടെ പോയി ഓപ്പൺ ക്യാമറ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മാത്രം മതി. ഓപ്പൺ ക്യാമറ എന്ന ആപ്പ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻസ് കിട്ടും, ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അത് നല്ല അടിപൊളി ആപ്പാണ്. അതിന്റെ ഫ്രീ വേർഷൻ തന്നെ വളരെ നല്ല ആപ്പാണ്. ആക്ച്വലി എന്റെ കയ്യിൽ ഇതിപ്പോ ഓൾറെഡി ഉണ്ട്. ഈ ആപ്പ് ഓപ്പൺ ആണ്. ഇപ്പൊ എന്റെ ഫോണിൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റും, ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ യു വിൽ ഹാവ് ഓപ്ഷൻസ് ടു ഇൻക്ലൂഡ് എ മൈക്ക്. അപ്പൊ വീഡിയോ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ റെസൊല്യൂഷൻ എത്രത്തോളം വേണം, ഡിജിറ്റൽ സ്റ്റെബിലൈസേഷൻ വേണോ, വീഡിയോ ഫോർമാറ്റ് എന്തായിരിക്കണം, മാക്സിമം ഡ്യൂറേഷൻ ഓഫ് ദ വീഡിയോ എന്തായിരിക്കണം, റെക്കോർഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഓഡിയോ സോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓഡിയോ സോഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്റ്റേണൽ മൈക്ക് ഇഫ് പ്രസന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്പൺ ക്യാമറ എന്നുള്ള ആപ്പിൽ നിങ്ങൾക്ക് മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ലാവിയർ മൈക്കോ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ മൈക്ക് ഉണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണം വീഡിയോ ഷൂട്ട് ചെയ്യാനെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഓപ്പൺ ക്യാമറ എന്നുള്ള ആപ്പ് യൂസ് ചെയ്താൽ വളരെ ക്ലിയർ ആയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സാധാരണ അതിന്റെ ആവശ്യം വരാറില്ല. കാരണം നിങ്ങളുടെ ഫോൺ ക്യാമറയിൽ തന്നെ നല്ല ഓഡിയോ പിക്കപ്പ് ചെയ്യാറുണ്ട് പൊതുവെ, അതുകൊണ്ട് അതിന്റെ ആവശ്യം വരാറില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളിപ്പോ വ്ളോഗ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ പുറത്ത് ഒരുപാട് സൗണ്ട് ഉള്ള സ്ഥലത്താണ് എന്നൊക്കെ ഉണ്ട് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ മൈക്ക് യൂസ് ചെയ്യണം എന്നുണ്ട് വെച്ചാൽ ഈ ഓപ്പൺ ക്യാമറ എന്നുള്ള ആപ്പ് നല്ലൊരു ഓപ്ഷനാണ്.
അപ്പം ഇതൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്. പിന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ചെയ്യുമ്പം ഓർക്കേണ്ട 1-2 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അത് എവിടെയെങ്കിലും ക്യാമറ നിർത്തി വെച്ചിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്താ പറയാ, ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിന്റെ മൂവ്മെന്റും അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കും. അപ്പൊ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതിന് വെക്കാനായിട്ട് നിങ്ങൾക്ക് ട്രൈപോഡ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ബുക്സോ എന്തെങ്കിലും ബോക്സസോ ഒക്കെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ക്യാമറ ഷൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഒരുപാട് കാലം എന്റെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇനിയിപ്പം അധികം ചെലവില്ലാതെ നിങ്ങൾക്കൊരു ട്രൈപോഡ് വാങ്ങിക്കണം തന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ട്രൈപോഡ് വാങ്ങിക്കാം. ഇത് ആമസോൺ ബേസിക്സിന്റെ ട്രൈപോഡാണ്. ഭയങ്കര സ്റ്റേഡി ആയിട്ടുള്ളൊരു ട്രൈപോഡാണ്. വളരെ വളരെ ചെറുതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം ചെറുതാണെന്നുള്ളത്. ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു അഡാപ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോണിന്റെ ഹോൾഡറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ട്രൈപോഡ് ആവും. വലിയ ട്രൈപോഡ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അൺലെസ് ആൻഡ് അൺടിൽ ലൈക്ക് യു ആർ റെഡി ടു ഇൻവെസ്റ്റ് ഇൻ ഇറ്റ്, യു ഡോണ്ട് റിയലി നീഡ് ഇറ്റ്. ഈ ട്രൈപോഡിൽ ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ ഞാൻ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിലത്തെ ഈ നോബ് ഉണ്ടല്ലോ, ഈ നോബ് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ താഴോട്ട് വീണിട്ടുണ്ട്. ഈ പൊസിഷനിൽ വെച്ചിട്ട് ഈ നോബ് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇതിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ, നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലത് നിങ്ങളുടെ ഫോണിൽ കേസ് വല്ലതുണ്ടെങ്കിൽ അത് ഊരിയിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇറ്റ്സ് ഈസിയർ ടു ഗോ ഇൻ. പക്ഷെ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിപ്പോ ഞാൻ വെർട്ടിക്കൽ ഫോർമാറ്റിൽ വെച്ചേക്കുന്നത്. നിങ്ങൾ തിരിച്ചു വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹൊറിസോണ്ടൽ ഫോർമാറ്റിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു ഇതിന് 300 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ ഈ ട്രൈപോഡിന്റെ വില. പിന്നെ ഇതിന് പക്ഷെ ഇതുപോലെ ഗൊറില്ല ട്രൈപോഡ്സ് വേറെ ഉണ്ട്. ഇതുപോലെ നമുക്ക് എന്താ പറയാ വിൻഡോയിലൊക്കെ കറക്കി ചുറ്റി വെക്കാൻ പറ്റുന്ന പോലെ തന്നെ. പക്ഷെ അതൊന്നും എനിക്ക് അത്ര സ്റ്റേഡി ആയിട്ട് തോന്നിയിട്ടില്ല. ഇത് ഭയങ്കര സ്റ്റേഡിയാണ്. നിങ്ങൾക്ക് ടേബിളിൽ വെച്ചിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഇത് വളരെ സ്റ്റേഡിയാണ്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഇത് വലുതാക്കാനും നീളം കൂട്ടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഒന്നും സ്പോൺസേർഡ് അല്ല കേട്ടോ. പക്ഷേ അപ്പൊ ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഈ ക്യാമറ നിങ്ങൾക്ക്, ഈ ട്രൈപോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ ഇത്രയും മതി. ഇത്രയും ഒരു സെറ്റപ്പ് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ലൈറ്റ് നോക്കണം. നിങ്ങൾ ഒരു വിൻഡോ ഉണ്ട് വെച്ചാൽ അതിന് മുമ്പിൽ ഇരുന്നിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നാച്ചുറൽ ലൈറ്റ് ഉണ്ട്. അതിന്റെ അത്രയും നല്ലൊരു ലൈറ്റ് വേറെ ഇല്ല എന്നാണ് പൊതുവേ ഉള്ള ഒരു അഗ്രിമെന്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് പോലെ ഞാനൊരു ട്യൂബ് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് ഇവിടെ വിൻഡോന്ന് കുറച്ച് ലൈറ്റും വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോസ് കണ്ടാൽ അറിയാം ഞാൻ അധികം ലൈറ്റ് യൂസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ലൈറ്റിംഗ് ഒരു ഇത്തിരി പ്രശ്നമുള്ളൊരു കാര്യമാണ്. അവിടെ ഇവിടെ ആയിട്ട് പല സ്ഥലത്ത് മാറി മാറി വീഡിയോസ് എടുക്കുന്നതുകൊണ്ടാണ് അത്. പക്ഷെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു റൂം ഉണ്ട് വെച്ചാൽ ഒരു ട്യൂബ് ലൈറ്റും വിൻഡോന്ന് കുറച്ച് ലൈറ്റും കൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ലൈറ്റിങ്ങിന്റെ പ്രശ്നവും തീരും. അപ്പം ഇത്രയും സാധനങ്ങൾ, ഇത്രയും സെറ്റപ്പ് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ആയി എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി അടുത്തത് നിങ്ങൾക്ക് എത്ര എളുപ്പത്തിലാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ വീണ്ടും എന്റെ ഫോൺ എടുക്കുന്നു. ഫോണിൽ നിങ്ങൾക്ക് ഞാൻ എന്റെ സ്ക്രീൻ ഓൾറെഡി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പോപ്പ് ചെയ്യാം എന്റെ സ്ക്രീൻ. സോ യു നീഡ് ടു യൂസ് ദി ആപ്പ് കോൾ ഇൻഷോട്ട്. ഇതാണ് ഞാൻ പല ആപ്സും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നിനെക്കാട്ടിലും എല്ലാ ആപ്സിനെക്കാട്ടിലും വളരെ എളുപ്പത്തിൽ ഒരുപാട് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ആപ്പാണ് ഇൻഷോട്ട് എന്നുള്ളത്. അപ്പം ഇതിലിപ്പോ നിങ്ങൾക്ക് കാണാം there are 3 ഓപ്ഷൻസ്: വീഡിയോ, ഫോട്ടോ ആൻഡ് കൊളാഷ്. നിങ്ങൾക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്തോരം വീഡിയോ, ഏതൊക്കെ ക്ലിപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ 1, 2, 3 ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ എന്ന് അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓർഡറിൽ അത് ഇവിടെ ടൈം ലൈനിൽ വരും. ആൻഡ് ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് ഇതിപ്പം ചില ക്ലിപ്സിന്റെ ലെങ്ത് കുറയ്ക്കണം എന്നുണ്ട് വെച്ചാൽ ഇപ്പൊ ഈ ക്ലിപ്പാണെങ്കിൽ ഇതിങ്ങനെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ യു ഹാവ് എൻ ഓപ്ഷൻ. നിങ്ങൾക്ക് ഇപ്പൊ ഇത് റീഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതല്ല നിങ്ങൾക്ക് ഇപ്പം എഡിറ്റ് ചെയ്യാൻ വെറുതെ ഇപ്പൊ ഇതിന്റെ സ്പീഡ് കുറയ്ക്കണം അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് കുറയ്ക്കണം എന്നാണെങ്കിൽ ആ ക്ലിപ്പ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ യു ഹാവ് എൻ ഓപ്ഷൻ ടു ഡിക്രീസ് ദ സൈസ് ഓർ ദ ഡ്യൂറേഷൻ ഓഫ് ദ വീഡിയോ. നിങ്ങൾക്ക് ഇതില് ഇപ്പൊ ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ യു ഹാവ് ഓപ്ഷൻസ് ലൈക്ക് ക്യാൻവാസ്, യു ഹാവ് ഓപ്ഷൻസ് ടു ആഡ് മ്യൂസിക്. ക്യാൻവാസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഫ്രെയിമാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇതിപ്പോ ഓൾറെഡി ഞാൻ ഹൊറിസോണ്ടൽ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് 16:9 എടുക്കുമ്പോൾ എനിക്ക് ഈ ഫോർമാറ്റിൽ തന്നെ കിട്ടുന്നത്. ഇനിയിപ്പോ എനിക്കിതിപ്പോ
ഇൻസ്റ്റാഗ്രാമിൽ ഇടണം എന്നാണെങ്കിൽ ഐ ക്യാൻ ചൂസ് ടു ഡു ദ 4:5 റേഷ്യോ. ആ ക്യാൻവാസിൽ അത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ ഈ വീഡിയോന്റെ ഒരു ബ്ലർഡ് വേർഷൻ വന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് പിന്നെ ചൂസ് ചെയ്യാം ഇഫ് യു വോണ്ട് ടു ജസ്റ്റ് സൂം ഇൻ ടു ദ വീഡിയോ ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഞാൻ ആക്ച്വലി തിരിച്ച് 16:9 തന്നെ ആക്കട്ടെ. അപ്പം അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ there are 3 options. You have an option to add tracks, you have an option to add effects, and you have an option to record voice over. സോ ഇതിൽ നിങ്ങൾ ട്രാക്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ഈ ലിസ്റ്റ് ഓഫ് ട്രാക്സ്. നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ട്രാക്സ് ഇതിൽ ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് നിങ്ങൾ ഏത് ഓഡിയോ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ക്രെഡിറ്റ്സ് അവർ ഇടണം എന്ന് മാത്രമേ അവർ പറയാറുള്ളൂ നിങ്ങളുടെ വീഡിയോയിൽ. പക്ഷെ ഇത് കോമൺലി യൂസ് ചെയ്യുന്ന ഓഡിയോസ് ആണ്. നിങ്ങൾക്കത് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വീഡിയോസ് ഈ ഓഡിയോസ് ഒന്നും അല്ല വേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂസിക് വേണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ഷോ യു എ ലിസ്റ്റ് ഓഫ് ഓൾ ദ വീഡിയോസ് ദാറ്റ് യു ഹാവ്. You have an option to choose just the music that you have imported. You have an option to choose your music that's there in your phone. അപ്പോൾ അതിന് മൈ മ്യൂസിക് എന്നുള്ളത് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് സൗണ്ട് ക്ലിപ്സ് നിങ്ങൾ ഇതിലുള്ളത് കാണാൻ പറ്റും. ഓഡിയോ ഫയൽസ് എന്തൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ലിസ്റ്റ് കാണും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ ദർ ഇസ് ആൻ ഓപ്ഷൻ ടു ആഡ് ഓഡിയോ എഫക്ട്സ് ആസ് വെൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് പോപ്പുലർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആക്ച്വലി നിങ്ങളുടെ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാനുള്ളതും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് മ്യൂസിക് എഫക്ട്സ്. ഇതിൽ ട്രാക്സ് ഈ എഫക്ട്സ് എന്ന് എടുത്താലും തിരിച്ച് ആ സ്ക്രീനിലോട്ട് തന്നെ പോവാം. ഓർ യു കെൻ ചൂസ് ടു ഇവൻ റെക്കോർഡ് യുവർ വോയിസ് ഓവർ ഡയറക്ട്ലി ഓൺ ദിസ് ആപ്പ്. അതിനാണ് ഈ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ. അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഈ ടൈമർ കഴിഞ്ഞ് കഴിയുമ്പം ഇറ്റ് വിൽ സ്റ്റാർട്ട് റെക്കോർഡിങ് എവറിഥിങ് ദാറ്റ് ഐ എം ആക്ച്വലി സേയിങ് ആൻഡ് ഇറ്റ് വിൽ റെക്കോർഡ് ഇറ്റ് ആസ് എ വോയിസ് ഓവർ വിത്ത് വീഡിയോ. അപ്പം നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കേട്ട് നോക്കാം. ഇപ്പൊ ഈ ഓപ്ഷൻസ് ഒന്നും അല്ല നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഓഡിയോ ക്ലിപ്പ് ഇതിൽ റെക്കോർഡ് ചെയ്തല്ലോ. ഇതിലിപ്പോ നിങ്ങൾക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു വോണ്ട് ടു റിമൂവ് ഓൾ ദി ഓഡിയോ എന്ന് വെച്ചോളൂ. ഇതിൽ നിങ്ങൾക്ക് വോള്യൂം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇപ്പൊ യു കെൻ സീ ദാറ്റ് യു വിൽ സീ what clip is selected and you have all the other clips visible there. അവിടെ നിങ്ങൾ ഇത് 100% എന്നാക്കിയിട്ട് ഈ ഡബിൾ ടിക്ക് ഉള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് അപ്ലൈ ടു ഓൾ നടിച്ചാൽ നിങ്ങളുടെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ സൗണ്ടും നിങ്ങൾ ആദ്യം വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന സൗണ്ട് എല്ലാം തന്നെ മ്യൂട്ടായി പോവും. എന്നിട്ട് അതിന്റെ മുകളിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ. ഇപ്പൊ കേട്ടല്ലോ, ഇതിൽ ഞാനിപ്പോ റെക്കോർഡ് ചെയ്തത് അതുപോലെ തന്നെ അതിൽ വന്നിട്ടുണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ആ വീഡിയോന്റെ ഡീഫോൾട്ട് മ്യൂസിക്, ഡീഫോൾട്ട് ഓഡിയോ എല്ലാം മ്യൂട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ now going back to the other options, you have options to add a sticker. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് you can say share, you can say like. ഇത് കണ്ടോ, എല്ലാ ഫുൾ ഇമോജി പാക്സ് ഉണ്ട്. നിങ്ങൾക്ക് ജിഫ്സ് ആഡ് ചെയ്യണമെങ്കിൽ ജിഫ്സ് ആഡ് ചെയ്യാം. So if I want to add like a button that says subscribe and I'm searching for it and I can search for a sticker, if not a gif. ഇപ്പൊ ജിഫ് വേണ്ട, എനിക്ക് സ്റ്റിക്കർ മതി. സ്റ്റിക്കറിൽ ഞാൻ സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനാണെങ്കിൽ ഇങ്ങനെ ഇവിടെ കണ്ടോ, സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ you have an option to add it. അപ്പൊ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഷോ യു where you want it to come. അപ്പൊ നിങ്ങൾക്ക് അത് എത്രത്തോളം ചെറുതായിട്ട് വേണം, എത്രത്തോളം വലുതായിട്ട് വേണം എല്ലാം തീരുമാനിക്കാം. അത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇഫ് ഐ വാണ്ട് ഇറ്റ് ഇൻ ദ മിഡിൽ ഇങ്ങനെ ചൂസ് ചെയ്തു. ഇനി ഇത് പ്ലേ ചെയ്യുമ്പോൾ അത് ഒബ്വിയസ്ലി അതിന്റെ ലെങ്ത് കൂട്ടണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഇതിന്റെ. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് കൂട്ടുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഈ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ആപ്പ് യൂസ് ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ലൈക്ക് ഐ സെഡ്, there's a lot of options also. അപ്പോൾ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. സോ ഇഫ് യു വാണ്ട് ടു ആഡ് എ ടെക്സ്റ്റ് ഓൺ ടോപ്പ് ഓഫ് ദിസ്, ഹലോ, ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഡിഫറെന്റ് ഫോർമാറ്റ്സ് വേണം, അതിന്റെ ഡിഫറെന്റ് കളർ വേണം എനിക്ക്, അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് ഐ ക്യാൻ ആഡ് ദാറ്റ്. ആൻഡ് അഗൈൻ ഇതിന്റെ പ്ലേസ്മെന്റ് ആണ് കാണിക്കുന്നത്. ഇതിപ്പോ എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് വരും ഈ ഹലോ എന്നുള്ള ബട്ടൺ എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ടു ആഡ് യുവർ ടെക്സ്റ്റ്.
Then you have an option to add filters. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലിപ്പോൾ ഒരുപാട് കളർ ഗ്രേഡിങ് അങ്ങനത്തെ ഒന്നും വലുതായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു ഗ്ലിച്ച് ഇടണം, നിങ്ങൾക്ക് സൂം ഇൻ ചെയ്യണം, സൂം ഔട്ട് ചെയ്യണം, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ബേസിക് ഉണ്ട്, there's a glitch if you want to add noise, if you want to add a glitch, and അതിൻ്റെ വാല്യൂ കുറച്ചാൽ മതി. അപ്പോൾ it'll actually look nice. ഇങ്ങനെ നിങ്ങൾക്ക് ആ വീഡിയോ കാസറ്റ് എഫക്റ്റ് പോലത്തെ വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ്. ഇഫ് യു വാണ്ട് ദാറ്റ് ഫേഡ് ഇൻ ആൻഡ് ഫേഡ് ഔട്ട് എഫക്റ്റ് അത് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സൂം ഇൻ സൂം ഔട്ട് ഇങ്ങനത്തെ കുറേ എഫക്ട്സ് ഇതിൽ അവൈലബിൾ ആണ്. ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല ആക്ച്വലി. ഞാൻ ചില സമയത്ത് എൻ്റെ ട്രെയിലേഴ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതല്ലാതെ പൊതുവേ അധികം ഇങ്ങനത്തെ എഫക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ then you also have an option to add your filter. Now you can choose നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഇത് കാണാൻ എങ്ങനെ വേണം എന്നുള്ളത് ചൂസ് ചെയ്തിട്ട്. ഇപ്പം യൂഷ്വലി ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ ഫിലിം 4 ആ ഓപ്ഷൻസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഫിലിം എന്നുള്ള ഓപ്ഷനാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കുറച്ചിട്ട് അഗൈൻ ഈ ഡബിൾ ക്ലിക്കുള്ള ഈ 2 ടിക്കുള്ള ബട്ടൺ അമർത്തുമ്പോൾ you will have an option to apply to all. അപ്പോൾ നിങ്ങൾക്ക് you can say that okay I want to apply to all, and then അപ്പം എല്ലാ ക്ലിപ്പിലും ഓട്ടോമാറ്റിക്കലി ആ ഫിൽറ്റർ അപ്ലൈ ആയിട്ടുണ്ടാവും. പിന്നെ you have an option to pre-cut, you have an option to split your video. So if you want, if നിങ്ങൾക്ക് 2 ക്ലിപ്സ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഭാഗമുണ്ട്, നിങ്ങൾക്ക് അത് വേണ്ടാന്നാണെങ്കിൽ you can just split the video into 2 and then delete that part that you don't want. That is the option that is the option to use if you want to do that. Then you have an option to add backgrounds, you have an option to add change the speed of your video. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഇപ്പം നിങ്ങൾക്കൊരു ട്രാൻസിഷൻ ചെയ്യാനായിട്ട് സ്പീഡ് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനാണെങ്കിൽ this is the option that you will use. Then you have options to crop the video as well. So if you don't want, now this is one thing, ഇതിന്റെ ഫ്രീ വേർഷനിൽ obviously അതിന്റെ വാട്ടർമാർക്ക് വരാറുണ്ട്. പക്ഷേ one thing that you can still do is actually crop the watermark out. എനിക്കിതിലിപ്പോൾ ഫുൾ വേർഷൻ ആണ് ഉള്ളത്. പക്ഷേ that's one option that you can use that for. If you want to crop like a bit from that video, you can do that using this crop option. Then volume ഞാൻ അപ്പഴേ കാണിച്ചതുപോലെ you can decide like what is the volume that you want for the default clip. ഡിഫോൾട്ട് വോള്യൂം ആണ് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ വോള്യൂം എത്രത്തോളം വേണം എന്നുള്ളത് നിങ്ങൾക്ക് ആ വോള്യൂം എന്നുള്ള ബട്ടൺ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. യു ഹാവ് എൻ ഓപ്ഷൻ ടു റൊട്ടേറ്റ് ദ ക്ലിപ്പ്, യു ഹാവ് എൻ ഓപ്ഷൻ ടു ഫ്ലിപ്പ് ദ ക്ലിപ്പ്, ആൻഡ് യു ഹാവ് എൻ ഓപ്ഷൻ ടു ഫ്രീസ് ഫ്രെയിംസ്. സോ ദാറ്റ് ഇപ്പം നിങ്ങൾക്ക് അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ട് വെച്ചാൽ ഞാൻ ചെയ്യാം. പക്ഷെ ഈ ആപ്പ് വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്. നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പത്തിന് പറ്റും. ഇപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് യു ജസ്റ്റ് ക്ലിക്ക് ഓൺ സേവ്, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസൊല്യൂഷൻ തീരുമാനിക്കാം. നിങ്ങളുടെ ക്യാമറയുടെ റെസൊല്യൂഷൻ അനുസരിച്ചിട്ട് യു കെൻ ഡിസൈഡ്, ആൻഡ് യു കെൻ ചൂസ് യുവർ ഫ്രെയിം റേറ്റ്, യു കെൻ ചൂസ് ആൻഡ് യു വിൽ സീ വാട്ട് ഇസ് ദി എസ്റ്റിമേറ്റഡ് സൈസ്, ആൻഡ് ദെൻ യു കെൻ ചൂസ് ടു സേവ് ദ ഫയൽ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഇൻഷോട്ട് എന്നുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ വളരെ ഈസി ആയിട്ട് ഭയങ്കര കുറെ പ്രൊഫഷണൽ ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ആകെ നോക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇഫ് യു കെൻ സി ഇതിൽ കൺവേർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇഫ് യുവർ ഫയൽ ഇസ് ബിഗ്, ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പോലെ വലിയൊരു വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നത്, കുറെ സമയം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും കൺവേർട്ട് ചെയ്യാനായിട്ട്. ദാറ്റ് ഇസ് ദി ഓൺലി തിങ്. ആൻഡ് ഞാൻ പറഞ്ഞത് പോലെ ഇതിന്റെ പ്രൊഫഷണൽ ഫുൾ വേർഷൻ വാങ്ങിച്ചിട്ടുണ്ട് വെച്ചാല് നിങ്ങൾക്ക് എന്താണ് watermark ഉണ്ടാവില്ല. But even without the full version you can still use all of the options except that it will render with the watermark, I think. അപ്പോൾ അതാണ് അതിൻ്റെ ആകെയുള്ള ഒരു ഇത്. പക്ഷെ നിങ്ങൾക്ക് you can easily choose to use the watermarked version for some time before you want to invest, and it's not even a huge investment. I think one time payment എങ്ങാണ്ട് നിങ്ങൾക്ക് ഒരു ഫുൾ ഇത് വാങ്ങിക്കാനായിട്ട് ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് 500 rupees അങ്ങനെ എന്തോ ഒരു ഓഫറിലാണ് ഞാനത് വാങ്ങിച്ചത്. ലൈഫ് ടൈം ആക്സസ് ആണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ I think so, I'm not sure if I don't remember. പക്ഷേ you can go to the Play Store and look for this app. ഞാൻ ഇതൊക്കെ ലിങ്ക് ചെയ്യാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട്. But this is how you can use InShot to edit your videos for YouTube. ഇനി അടുത്തത് നിങ്ങളിപ്പം ഫിലിം ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി അടുത്ത പണി എന്താ? ഇനി അടുത്ത പണി വന്നിട്ട് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 ആപ്സ് ആണ് നിങ്ങളുടെ ഫോണിൽ ആവശ്യമുള്ളത്. ഒന്ന് ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും, ദാറ്റ് ഇസ് ദി യൂട്യൂബ് ആപ്പ്. ആൻഡ് ദി നെക്സ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ഇസ് ദി യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ്. അഗൈൻ ഐ വിൽ ലിങ്ക് ഓൾ ഓഫ് ദിസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കോണ്ടന്റ് പബ്ലിഷ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് തിങ് ടു ഡു ഇസ് ഐ എം ഗോയിങ് ടു ഷോ യു അഗൈൻ.
എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ യു ടേക്ക് യൂട്യൂബ് എടുത്തിട്ട് അവിടെ ഈ പ്ലസ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ യു ഹാവ് എൻ ഓപ്ഷൻ ടു അപ്ലോഡ് എ വീഡിയോ. നിങ്ങളിത് അപ്ലോഡ് ചെയ്യാനായിട്ട് യു കെൻ ചൂസ് വിച്ച് വീഡിയോ യു വോണ്ട് ടു അപ്ലോഡ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വെച്ചോളൂ. ഇപ്പം ഐ എം ഡൂയിങ് നെക്സ്റ്റ്. ആൻഡ് നൗ ഐ കൻ ഇവിടെ ഈ സ്ക്രീനിലാണ് നിങ്ങൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു ഇസ് ആക്ച്വലി ചേഞ്ച് ദിസ് ഇൻ ടു പ്രൈവറ്റ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ആർക്കും ഇത് കാണാൻ പറ്റില്ല. ഇത് ഞാൻ ജസ്റ്റ് ഈ പേർപ്പസിന് വേണ്ടിയിട്ട് ഈ എഡിറ്റ് ചെയ്ത് ഇത് കാണിക്കാനുള്ള പേർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ഇഫ് യു ആർ റെഡി ടു പബ്ലിഷ് ഇറ്റ് ആസ് ആൻഡ് ദെൻ നിങ്ങൾ ജസ്റ്റ് അത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് പബ്ലിക് എന്നുള്ള ഓപ്ഷൻ മാത്രമാണ്. ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ടൈറ്റിൽ ഇടണം. വാട്ട് ഈസ് യുവർ ടൈറ്റിൽ? സോ ഐ എം ഗോയിങ് ടു ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് ടെസ്റ്റ്. ഓക്കെ, എൻ്റെ ടൈറ്റിൽ ഇതാണ്. നിങ്ങൾ ഒബ്വിയസ്ലി യു വിൽ ഹാവ് ടു ആഡ് യുവർ ടാഗ്സ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ആഡ് എ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ലെറ്റ് യു. സോ യു ക്യാൻ സേ ഞാനിത് പാലക്കാട് കവ ഫുട്ടേജ് എന്നിട്ടു. ഇനി അടുത്തത് ഞാൻ ഇവിടെ തന്നെ കുറച്ച് ഹാഷ് ടാഗ്സ് എഴുതാൻ പോകണം. പാലക്കാട്, കവ, കേരള, നേച്ചർ, അങ്ങനെ കുറച്ച് ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇതും കൂടെ എന്താണ് ഹാഷ് ടാഗ്സും കൂടെ ടൈപ്പ് ചെയ്തു. ഇനി ഇതിൽ ഞാൻ പറഞ്ഞല്ലോ പ്രൈവറ്റ് എന്നുള്ളത് നിങ്ങൾ വിസിബിലിറ്റി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ യു കെൻ ചൂസ് ടു മേക്ക് ഇറ്റ് ഈദർ പബ്ലിക് ഓർ യു കെൻ ചൂസ് ടു മേക്ക് ഇറ്റ് അൺലിസ്റ്റഡ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് പബ്ലിഷ് ആയിക്കോളും. അത് അപ്ലോഡ് ആയ ഉടനെ എല്ലാവർക്കും കാണാൻ പറ്റും. അൺലിസ്റ്റഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ലിങ്ക് അയക്കുന്നത് വരയ്ക്കും വേറെ ആർക്കും അത് കാണാൻ പറ്റില്ല. പ്രൈവറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. പക്ഷേ യൂഷ്വലി വാട്ട് യൂട്യൂബേഴ്സ് ഡു ഇസ് ദേ സ്കെഡ്യൂൾ ദ വീഡിയോ. ഈ സ്കെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യു കെൻ ഡിസൈഡ് വെൻ യു വോണ്ട് ടു ചൂസ് വെൻ യു വോണ്ട് ദിസ് ടു ബി പബ്ലിഷ്. സോ പബ്ലിഷ് ആസ് പബ്ലിക് ഓൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടെൽ യു ദ ഡേറ്റ്. നിങ്ങൾ ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ആസ്ക് യു ഫോർ ദ ടൈം. ആൻഡ് ഐ കൻ സേ ദാറ്റ് ഐ വോണ്ട് ടു ബി പബ്ലിഷ്ഡ് ഓൺ like the 30th of September at 6 p.m. and I can also choose to set it as a premiere. And if you can see, video is private before publishing. ഇത്ര ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ വീഡിയോ പബ്ലിഷ് ചെയ്യാനുള്ളത്. ഇതിൽ എനിക്ക് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ഐ കൻ ആഡ് ഇറ്റ് ടു എ പ്ലേലിസ്റ്റ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഐ കൻ അപ്ലോഡ്. now if you see ഇതിങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം ലൈബ്രറി ആൻഡ് ഇറ്റ് ഈസ് അപ്ലോഡിങ്. ഇനി അടുത്തത് നിങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ what do you do next? You have to choose this app called YT Studio, that is YouTube Studio. ഇതാണ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട്, യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ്. So this is where it will take you to your dashboard. It will show you what is the number of subscribers you have, what are your analytics, all of that. And നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോന്റെ പെർഫോമൻസ് എന്താണെന്നുള്ളതാണ് ആദ്യം തന്നെ അവർ കാണിക്കുക. Now one option that you have is ഇപ്പൊ ഇതിൽ കണ്ടോ ടെസ്റ്റ് എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ. Now if I choose that, it will show me what is happening. ഇത് scheduled ആണെന്ന് കാണിക്കുന്നുണ്ട്, പെൻഡിങ് ആണ് അപ്ലോഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ it will open this screen. Now ഇവിടെ എന്തുകൊണ്ടാണ് ഒന്നും കാണാത്തതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ thumbnail ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. So that is why it's not showing a thumbnail. But now it's just uploading the video, so that's also why it's not showing a thumbnail. പക്ഷേ ഇവിടുത്തെ ഈ എഡിറ്റ് എന്നുള്ള പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻസ് സെറ്റിംഗ്സ് ഉണ്ട്. സോ യു കെൻ ചൂസ് വാട്ട് കാറ്റഗറി ഇറ്റ് ഈസ്, യു കെൻ ചൂസ് യുവർ ലൈസൻസിങ്, യു കെൻ ചൂസ് ഇഫ് യു വാണ്ട് ടു അലൗ കമന്റ്സ്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വന്നിട്ട് യു കെൻ ക്ലിക്ക് ദിസ് ഷെയർ ഓപ്ഷൻ. വൺസ് ഇറ്റ് ഇസ് അപ്ലോഡഡ് യു കെൻ കോപ്പി ദ ലിങ്ക് ടു ഷെയർ ഇറ്റ്. ദാറ്റ്സ് അനദർ ഓപ്ഷൻ ദറ്റ് യു ഹാവ്. ഇനി ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻഡ് ഇവിടെയാണ് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുക ചെയ്യുക. ഇവിടെ യൂഷ്വലി യു വിൽ ഹാവ് നോട്ടിഫിക്കേഷൻ ആൻഡ് ഇറ്റ് വിൽ ഷോ യു ഓൾ ദ കമന്റ്സ് ദാറ്റ് യു ഹാവ് ഗോട്ടൺ ഫോർ യുവർ വീഡിയോസ്. സോ ആൻഡ് നിങ്ങൾക്ക് ഇവിടെ താഴെ വന്നാലും 3 most recent comments കാണിക്കാം. ആൻഡ് യു കെൻ ഇഫ് യു സേ വ്യൂ മോർ ഇറ്റ് വിൽ ഓൾസോ ഷോ യു ഓൾ ദി അതർ കമന്റ്സ് ദാറ്റ് യു ഹാവ് ഗോട്ടൺ ഇൻ യുവർ വീഡിയോസ്. സോ ഈ YT സ്റ്റുഡിയോ, യൂട്യൂബ് സ്റ്റുഡിയോ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ ക്രിയേറ്റേഴ്സ്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ യൂട്യൂബേഴ്സിന്റെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ മാനേജ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ പറയാം. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു നല്ലൊരു തംബ്നെയിൽ വേണം. അപ്പോൾ തംബ്നെയിലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഐ ആം ഗോയിങ് ടു ഗോ ബാക്ക് ടു മൈ ഫോൺ. ആൻഡ് ഇവിടെ ഞാൻ വീണ്ടും എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ എവിടെയെങ്കിലും ഞാൻ പ്ലേസ് ചെയ്യാം. അഗൈൻ ഐ എം ഓൺ ദി ഇൻഷോട്ട് ആപ്പ്. അപ്പോൾ ഇൻഷോട്ടിൽ വെച്ചിട്ട് നിങ്ങൾ കൊളാജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ ചൂസ് ലൈക്ക് വെയർ യു വോണ്ട് ടു ഗെറ്റ് യുവർ ഫോട്ടോസ് ഫ്രം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ ഏത് ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് ഫോട്ടോ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഇപ്പം ഐ എം ഗോയിങ് ജസ്റ്റ് ചൂസ് 2 pictures ഹിയർ. ആൻഡ് ഐ എം ദെൻ ഇപ്പം ഇത് ചെയ്തു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഐ എം ഗോയിങ് ഇതിപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഐ എം ജസ്റ്റ് ഗോയിങ് റൈറ്റ് ഡേ ഇൻ മൈ ലൈഫ്. ആൻഡ് ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി എഴുതാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ ആ ലാംഗ്വേജ് ഉണ്ട് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് ചൂസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇത് എന്ത് രീതിയിലാണെങ്കിലും എഴുതണം എന്ന് വിചാരിച്ചാൽ അത് ചെയ്യാം. യു ക്യാൻ ചൂസ് വാട്ട് കൈൻഡ് ഓഫ് ടെക്സ്റ്റ് കളർ യു വാണ്ട്, ഓൾ ഓഫ് ദാറ്റ്. നിങ്ങൾക്ക് ബോർഡേഴ്സ് വേണോ ബോർഡേഴ്സ് വേണ്ടേ എല്ലാം തീരുമാനിക്കാം നിങ്ങൾക്ക്. ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ ഇത് ചൂസ് ചെയ്തു, ഒരു ടൈറ്റിൽ എഴുതി. ഈ ടൈറ്റിൽ വെച്ചിട്ട് ഐ ക്യാൻ സേവ് ദിസ്. ഇങ്ങനെ ഇത്രയും മതി. ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഇത് ബൈ ഡിഫോൾട്ട് 1:1 റേഷ്യോയിലാണ്. പക്ഷേ ഫോർ എ തംബ്നെയിൽ യു നീഡ് ടു ബി 16:9 ഓൺ യൂട്യൂബ്. സോ ഐ എം ഗോയിങ് ടു ചൂസ് ദാറ്റ് ആൻഡ് ദെൻ ഐ ക്യാൻ ചൂസ് how big I want the canvas to be and how small I want the canvas to be. And okay, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇട്ട് എഴുതുമ്പം യു ഹാവ് എൻ ഓപ്ഷൻ ടു സേവ് ദിസ് ആസ് എ തംബ്നെയിൽ. ഇത്രയും മതി നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരു തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട്. സോ ഇൻഷോട്ടിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ തംബ്നെയിൽ ഉണ്ടാക്കാൻ പറ്റും. Now another option that you have, ഇപ്പം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ വയ്യ, നിങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യ എന്നാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ വന്നിട്ട് ക്യാൻവ എന്നുള്ള ഈ ആപ്പാണ്. സോ മോസ്റ്റ് ഓഫ് യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് ദിസ്, യു മൈറ്റ് ഹാവ് എനിവേ സീൻ ദ ടെംപ്ലേറ്റ്സ് ബീങ് യൂസ്ഡ്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് യൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങളിപ്പോൾ ക്യാൻവ എന്നുള്ള ആപ്പ് എടുത്തു കഴിയുമ്പം വൺസ് യു ഹവ് സൈൻഡ് ഇൻ യു ക്യാൻ ചൂസ് വാട്ട് യു വാണ്ട്. സോ ഐ എം ഗോയിങ് ടു ടേക്ക് YouTube thumbnail. ഓക്കെ, യൂട്യൂബ് തംബ്നെയിൽ എടുത്ത് കഴിയുമ്പം ഡീഫോൾട്ട് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ഇതിൽ ചിലത് വന്നിട്ട് പെയ്ഡ് വേർഷനിൽ മാത്രം അവൈലബിൾ ആണ്, വിച്ച് മീൻസ് ദാറ്റ് യു വിൽ ഹാവ് എ വാട്ടർമാർക്ക്, സോ യു ഡോണ്ട് വോണ്ട് ടു യൂസ് ദാറ്റ്. പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്ന ഇത് നിങ്ങൾക്ക് കാണാം. തംബ്നെയിൽ ചൂസ് ചെയ്തു, എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ റീറൈറ്റ് വാട്ട് യു വാണ്ട്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഇതെന്താ എപ്പോഴും തമിഴ് വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഡേ ഇൻ മൈ ലൈഫ്. and I'm going to probably choose to replace this picture with a picture of mine. So ഇതിൽ നിങ്ങൾക്ക് ഗാലറി ഓപ്ഷൻസ് ഉണ്ട്, അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഫോട്ടോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ചൂസ് വൺ ഓഫ് മൈ പിക്ചേഴ്സ്. ഇറ്റ് ഡസൻറ്റ് ലുക്ക് റിയലി ഗുഡ് വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട്, പക്ഷേ ഇത് ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് ആഡ് യുവർ പിക്ചേഴ്സ് ലൈക്ക് ദിസ്. Canva is also very easy to use. നിങ്ങൾക്ക് ഫോണിലത്തെ ആപ്പ് മാത്രം മതി അത് ചെയ്യാനായിട്ട്. ക്യാൻവ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ ഡിസൈൻസ് ഓട്ടോമാറ്റിക്കലി ലൈക്ക് ടെംപ്ലേറ്റ്സ് പ്രീലോഡഡ് ആണ് ക്യാൻവയിൽ. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ if you don't want to spend time thinking of how your thumbnails want to look like. So that's another option that you can choose. പിന്നെ അടുത്തത് വന്നിട്ട് ഇപ്പം നമ്മളിപ്പോൾ തംബ്നെയിൽസിനെ പറ്റിയിട്ട് സംസാരിച്ചല്ലോ. ഇനി വീഡിയോയിൽ നിങ്ങൾക്ക് ഇഫ് യു വോണ്ട് ടു ആഡ് മ്യൂസിക്, വാട്ട് ഇസ് ദ ബെസ്റ്റ് വേ ടു ഡു. ഇപ്പം ഞാൻ ഇൻഷോട്ടിൽ കാണിച്ചു, അതിൽ തന്നെ ഡീഫോൾട്ടായിട്ട് കുറേ ഓഡിയോ അവൈലബിൾ ആണ് ദാറ്റ് യു ക്യാൻ ആഡ് ടു ദ ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ദർ ഇസ് ഓൾസോ ആൻ ഓപ്ഷൻ ടു ആഡ്. യൂട്യൂബിന് തന്നെ ഒരു മ്യൂസിക് ലൈബ്രറി അവൈലബിൾ ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓൾ യു നീഡ് ടു ലുക്ക് ഫോർ ഇസ് ഓഡിയോ ലൈബ്രറി. യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മാത്രം മതി. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോൾ യൂട്യൂബ് ഓഡിയോ ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ആക്ച്വലി സ്റ്റാർട്ട് പിക്കിംഗ് അപ്പ്. ഇറ്റ് വിൽ ഷോ യു ലിസ്റ്റ് ഓഫ് ഓൾ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂസിക് അവൈലബിൾ. ജോണർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാം, നിങ്ങൾക്ക് മൂഡ് അനുസരിച്ചിട്ട് മാറ്റാം. യു ക്യാൻ ചേഞ്ച് ഇറ്റ് ബേസ്ഡ് ഓൺ ദ ഇപ്പോൾ ഇഫ് യു ഹാവ് എ പെർട്ടിക്കുലർ മ്യൂസിഷ്യൻ ദാറ്റ് യു ലൈക്ക് ആൻഡ് നോട്ട് ഒബ്വിയസ്ലി നമ്മൾ പറയുന്ന മ്യൂസിഷ്യൻസ് വന്നിട്ട് ഈ യൂട്യൂബ് സ്റ്റോക്ക്
video stock audio ഉണ്ടാക്കുന്ന musicians ആണ്. So if there's a particular style that you like, you can actually filter it based on that, and then you can choose that for your videos. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മൂഡാണ് വേണ്ടത് അങ്ങനത്തെ കീവേഡ്സ് ഒക്കെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ it will show you a list of all the available music that you can use for your video. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഫോണിൽ തന്നെ ചെയ്യാനും പറ്റും. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് you can use it in your video. So these are the options for good music, easily available and free music that is available for YouTube videos. So that is how you can start a YouTube channel successfully with just your smartphone. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കാണിക്കുന്ന കുറച്ച് ആപ്സ് ഉണ്ട്, ക്യാൻവ ഉണ്ട്, ഇൻഷോട്ട് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇഫ് യു വാണ്ട് an in-depth tutorial on InShot, please let me know and I will be happy to shoot that video. InShot ആണ് ഞാൻ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഈ മാസമാണ് ഞാൻ അത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതുവരെയും എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇൻഷോട്ടിൽ തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു വാണ്ട് ടു സീ ഹൗ ടു ഡു ദാറ്റ് ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ്, യു കെൻ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദി കമന്റ് സെക്ഷൻ ബിലോ ആൻഡ് ഐ വിൽ ഷൂട്ട് ദാറ്റ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്, ആൻഡ് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you so much for watching this video. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ ബൈ.